Hello, my dear students. In our portfolio risk and return my problems. Okay, question board. Stock A and B have the following returns for the past 2 years. Years, രണ്ട് സ്റ്റോക്കിന്റെ റിട്ടേൺസ് ആണ് തന്നിട്ടുള്ളത്. ടേബിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇയേഴ്സ് റിട്ടേൺ പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ട്. രണ്ട് സ്റ്റോക്ക് എ ബി 2018 2019 രണ്ട് വർഷത്തെ റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്. എ എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ 2018 റിട്ടേൺ എന്ന് പറയുന്നത് 12ഉം 2019 18 ആണ്. 18%. ഓക്കെ, പെർസെൻറ്റേജിലാണ്. ദെൻ ബി എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ 2018 14%ഉം 2019 12% ആണ്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുകയാണ്. What is the expected return on portfolio made up of 60% of A and 40% of B? Okay, അപ്പോൾ സ്റ്റോക്ക് എ 60%ഉം സ്റ്റോക്ക് ബി എന്താണ് 40%ഉം എന്താണ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പോർട്ട്ഫോളിയോ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്കറിയാം. ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. Okay, the next one is find out standard deviation of each stock. Stock A and stock B standard deviation calculate ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാം, what is the covariance and the coefficient of correlation between stock A and B? Then fourth one, what is the portfolio risk of portfolio made up of 60% of A and 40% of B? Okay, portfolio risk compute ചെയ്യാനായിട്ടുള്ള covariance and coefficient of correlation between stock A and B ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഭാഗത്തിൽ ഈ മൊഡ്യൂളിൽ വരുന്ന പ്രോബ്ലം ഏരിയ എല്ലാതും എന്തിൽ വന്നിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഇതിനപ്പുറത്തേക്കൊന്നും പോകില്ല. എനിക്ക് തോന്നുന്നത് ഏതൊരു യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ നിങ്ങൾ നന്നായി നോക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ഇതേ മോഡൽ തന്നെ വേറൊരു പ്രോബ്ലം കൂടെ ഉണ്ട്, നിങ്ങൾ അതും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ളത് ആക്ച്വൽ റിട്ടേൺ ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ച്വൽ റിട്ടേൺ രണ്ട് സ്റ്റോക്കിന്റെ 2 വർഷത്തെ റിട്ടേൺ പാസ്റ്റ് 2 ഇയേഴ്സിലെ റിട്ടേൺസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, അത് ഉപയോഗിച്ച് എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ? പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാനൊക്കെ നമുക്കറിയാം. ഇക്വേഷൻ അറിയാലോ. എന്താണ്, പോർട്ട്ഫോളിയോ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു RP is equal to എന്തായിരുന്നു, സിഗ്മ XI RI. ഓക്കെ, XI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, പ്രൊപ്പോർഷൻ ഓഫ് പോർട്ട്ഫോളിയോ. ഒരു സ്റ്റോക്കിന്റെ പ്രൊപ്പോർഷൻ. ഓക്കെ, പോർട്ട്ഫോളിയോയിലെ ഓരോ സ്റ്റോക്കിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ്, ദാറ്റ് ഈസ് XI എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ RI എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയിരുന്നു. ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് എന്ത്, RI എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വെയിറ്റിനെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, പോർട്ട്ഫോളിയോ റിട്ടേൺ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ആക്ച്വൽ റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്, എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് വേണ്ടത്. ഓക്കെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാം? എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു അരിത്മെറ്റിക് മീൻ ആണ് അല്ലെ, സിഗ്മ R/n. ഓരോ സ്റ്റോക്കിന്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, സ്റ്റോക്ക് എയുടെ കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ സ്റ്റോക്ക് ബിയുടെയും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ടേബിളിൽ മാറ്റി വെച്ചതാണ്, ബോർഡിലുണ്ട്. ഓക്കെ, 2 വർഷത്തെ 2 സ്റ്റോക്കിന്റെയും ആക്ച്വൽ റിട്ടേൺസ് ആണെന്നുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു, പോർട്ട്ഫോളിയോ റിട്ടേൺ ആയിരുന്നു അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോർട്ട്ഫോളിയോ റിട്ടേൺ. പോർട്ട്ഫോളിയോ റിട്ടേൺ RP is equal to സിഗ്മ XI RI. ഓക്കെ, തിരിച്ചിട്ടെന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ ആണ്. എ എന്ന് പറയുന്നത് എത്ര പ്രൊപ്പോർഷൻ ആണ്, എത്ര പെർസെന്റേജ് ഉണ്ട്? എ എന്ന് പറയുന്നത് 60% ഉണ്ട്. എ എന്ന് പറയുന്നത് 60%ഉം എത്രയാണ്, ബി എന്ന് പറയുന്നത് 40% ആണ് പോർട്ട്ഫോളിയോയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ് കിട്ടി, നമുക്ക് എന്ത് വേണം, R കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, R കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്, R is equal to or expected return is equal to expected return. Okay, expected return is equal to sigma R/n. രണ്ട് സ്റ്റോക്കിന്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റോക്ക് എയുടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റോക്ക് എ is equal to sigma R/n is equal to 2 വർഷത്തെ എയുടെ നോക്കാം. എയുടെ 2 വർഷത്തെ റിട്ടേൺ
12 plus 18 by എത്ര വർഷത്തിൽ 2 വർഷത്തില്ലേ n is equal to 2 വരും. That is 30 by 2 is equal to 15 വരും. അപ്പോൾ സ്റ്റോക്ക് എയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 15 ആണ്. സ്റ്റോക്ക് ബിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് സിഗ്മ ആർ ബൈ എൻ is equal to 14 plus 12 divided by 2 is equal to 26 divided by 2 is equal to 30. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് സ്റ്റോക്കിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടി. ഓക്കെ, വെയിറ്റും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, പോർട്ട്ഫോളിയോ എക്സ്പെക്റ്റഡ് റിട്ടേൺ പോർട്ട്ഫോളിയോ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടേബിളിൽ ഒന്നുകൂടെ മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ പോർട്ട്ഫോളിയോ റിട്ടേൺ കമ്പ്യൂട്ടേഷന് വേണ്ടി ടേബിൾ മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ സ്റ്റോക്ക്, ദെൻ എക്സ് ഐ ആർ ഐ, ദെൻ നെക്സ്റ്റ് കോളത്തിൽ എന്ത് ചെയ്യുക, എക്സ് ഐ ആർ ഐ കാണിക്കാം. ഓക്കെ ഓക്കെ, രണ്ട് സ്റ്റോക്കല്ലേ ഉള്ളൂ, എ ബി. എയുടെ എക്സ് ഐ എന്ന് പറയുന്നത് എത്രയായിരുന്നു, എയുടെ എക്സ് ഐ എന്ന് പറയുന്നത് 60% ആയിരുന്നു അല്ലേ, 60%. ദെൻ ബിയുടെ 40%. ഓക്കെ, ആർ ഐ, എയുടെ സ്റ്റോക്ക് എയുടെ ആർ ഐ എന്ന് പറയുന്നത് 15 ആണ്, 15% ആണ്. ദെൻ ബിയുടെ എത്രയാണ്, 13% ആണ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം, 60 into 15%. ഓക്കെ ഓക്കെ, അപ്പോൾ നോക്കാം, എക്സ് ഐ എന്ന് പറയുന്നത് 60% ആണ്, ആർ ഐ എന്ന് പറയുന്നത് 15% ആണ്. അപ്പോൾ ഇവിടെ 60% into 15% എത്ര വരും, 15% ഇവിടെ 0.15 എന്ന് എഴുതാം, ഇവിടെ 0.13 എന്ന് എഴുതാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60യുടെ 60% into 0.15 എത്ര വരും, 9 വരും. ദെൻ അതേപോലെ ബിയുടെ 40% into 0.13 എന്ന് പറയുന്നത് എത്ര വരും, 5.2 വരും. ഓക്കെ, അപ്പോൾ എക്സ് ഐ ആർ ഐ കിട്ടി, അതിന്റെ സം ചെയ്യാം. ദാറ്റ് ഈസ് സിഗ്മ എക്സ് ഐ ആർ ഐ ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 plus 5.2 is equal to 14.2. ഓക്കെ, 14.2% ആണ് പോർട്ട്ഫോളിയോ റിട്ടേൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ആക്ച്വൽ റിട്ടേൺ ആണ്, അതിനെ എന്താക്കി മാറ്റണം, എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയിട്ട് മാറ്റണം. ഓക്കെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് ഈക്വൽ ടു എന്താണ്, മീൻ ആണ്, എക്സ് ബാർ ആണ്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോ സ്റ്റോക്കിന്റെയും മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ ആർ ബൈ എൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഓരോ സ്റ്റോക്കിന്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, എക്സ് ഐ കിട്ടും, എന്നിട്ട് ആർ ഐ കിട്ടും. എന്നിട്ട് ടേബിളിൽ എന്ത് ചെയ്യാൻ മാറ്റി വരയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആർ ഐയും എക്സ് ഐയും ആണ്. ഓക്കെ, എക്സ് ഐ എഴുതി, എക്സ് ഐ എന്ന് പറയുന്നത് വെയിറ്റ്, എത്ര പ്രൊപ്പോർഷൻ ഉണ്ട്, ആ പോർട്ട്ഫോളിയോ എത്ര പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ സ്റ്റോക്ക് എ എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ഉണ്ട്, അതുപോലെ സ്റ്റോക്ക് ബി എന്ന് പറയുന്നത് എത്ര പെർസെന്റ്. ദാറ്റ് ഈസ് എക്സ് ഐ. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള, അപ്പം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആർ ഐ എന്ന് പറയുന്നത് ഓരോ സ്റ്റോക്കിന്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടും. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഓരോ സ്റ്റോക്കിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. എക്സ് എന്ന് പറയുന്നത് എന്താണ്, റിട്ടേൺ, ആക്ച്വൽ റിട്ടേൺ. ദെൻ എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓക്കെ, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീരീഡ്സ്, എത്ര വർഷത്തെയാണ് തന്നിട്ടുള്ളത്, അതാണ് ഇത് എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഓരോ സ്റ്റോക്കിന് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് എയുടെ കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റോക്ക് എയുടെ റിട്ടേൺ, ആക്ച്വൽ റിട്ടേൺ തന്നിട്ടുണ്ടല്ലോ, പെർസെന്റേജിൽ ആക്ച്വൽ റിട്ടേൺ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് ആണ് കേട്ടോ. എത്രയാണ്, ഫസ്റ്റ് 12 ആണ്, ഫസ്റ്റ് ഇയർ 12, സെക്കൻഡ് ഇയറിൽ 18 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, എന്ത് വേണം, എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ബാർ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്, സ്റ്റോക്ക് എയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ബ്രാക്കറ്റിൽ എക്സ് ബാർ എന്ന് കാണിക്കാം. ഓക്കെ, എത്രയാണ്, സ്റ്റോക്ക് എയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 15 ആയിരുന്നു. ഓക്കെ, 15, ദെൻ രണ്ടും 15. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇക്വേഷൻ നോക്കി എക്സ് മൈനസ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് ഡീവിയേഷൻ എന്നാ പറയും അല്ലേ, ഡി കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് മൈനസ് എക്സ് ബാർ 12 മൈനസ് 15 എത്രയാണ്, -3. ദെൻ 18 മൈനസ് 15 എത്രയാണ്, +3. ദെൻ അതിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യാം, അതിന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ -3യുടെ സ്ക്വയർ 9, 3യുടെ സ്ക്വയർ 9. ഓക്കെ, ദാറ്റ് ഈസ് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് കാണിക്കാം. അതിന്റെ സം എടുക്കാം. സം എന്ന് പറയുമ്പോൾ 18 വരും.
ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. ഇക്വേഷനിലെ ആദ്യം എക്സ് എഴുതി വെച്ചു. ദെൻ എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ എക്സ് മൈനസ് എക്സ് ബാർ ദാറ്റ് ഈസ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഡീവിയേഷന്റെ സ്ക്വയർ ഇട്ടു. ഓക്കെ, ആ ഡീവിയേഷന്റെ സ്ക്വയറിന്റെ സം ചെയ്തു. ദാറ്റ് ഈസ് 18. ഓക്കെ, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 18 ബൈ n. n എത്രയാണ്? നമ്പർ ഓഫ് പീരിയഡ്സ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 is equal to 3. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്ക് എ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ എന്ത് ചെയ്യാം? സ്റ്റോക്ക് ബീഡും ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കുക. സ്റ്റോക്ക് ബീഡ് നോക്കുക. ഓക്കെ, നിങ്ങൾ ഇതിന് വായിക്കാൻ നോക്കരുത്, നിങ്ങൾ സെപ്പറേറ്റ് എഴുതുക കേട്ടോ. ഓക്കെ, സ്റ്റോക്ക് ബിയുടെ 14ഉം 12ഉം ആണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്. 13. ഓക്കെ, 14 minus 13 1, 12 minus 13 minus 1, സ്ക്വയർ ചെയ്യുമ്പോൾ 1 1 വരും 2. ഓക്കെ ആണല്ലോ. സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ 2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റോക്ക് ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്ക് ബി എത്ര വരും? 1 വരും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡൗട്ട് ഇക്വേഷൻ ആണ്, അത് പഠിച്ചു വയ്ക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് കൂടാതെ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് BNS-ലും QT-ലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേറെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏത് ഇക്വേഷൻ ആയാലും കുഴപ്പമില്ല. ഓക്കെ, ക്യാൻസർ എന്തെന്നെ കിട്ടുക. ഓക്കെ, ഞാൻ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫസ്റ്റ് തന്നെ ബീറ്റ കാൽക്കുലേഷനിൽ റിസ്ക് കാൽക്കുലേഷനിലൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ വന്നിരുന്നു. ഓക്കെ, അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതാണോ ഫെമിലിയർ ആയിട്ടുള്ളത്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു വന്നിട്ടുള്ള ഇക്വേഷൻ ഏതാണോ ആ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാനിവിടെ ഇക്വേഷൻ കൊടുത്തു എന്നുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താലും ആൻസർ എന്തെങ്കിലും കിട്ടുക? സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്ക് എ ആൻഡ് സ്റ്റോക്ക് ബി. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ കോവേരിയൻസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ സ്റ്റോക്ക് എ ആൻഡ് ബി? കോവേരിയൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബിയും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബിയും. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. ആദ്യം നമുക്ക് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, between x and y. Covariance between x and y calculate the equation sigma r x minus rx bar into ry minus ry bar all divided by n. Okay, all divided by n. Okay, ഇവിടെ x എന്ന് പറയുന്നത് സെക്യൂരിറ്റി x a ആയിട്ട് എടുക്കുക, y എന്ന് പറയുന്നത് സെക്യൂരിറ്റി b ആയിട്ട് എടുക്കുക. ഓക്കെ, ഇവിടെ റിട്ടേൺ എന്ന് പറയുന്നത് x റിട്ടേൺ. Then Rx bar ഇവിടെ Rx എന്ന് ഉദ്ദേശിക്കുന്നത് actual return of security A. Okay, Rx bar is equal to എന്താണ്? Expected return of security A. Then Ry is equal to actual return of security B. Ry bar is equal to expected return of security B. N is equal to number of years. Okay, അപ്പോൾ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക, കോളംസ് കാണിക്കാം. ആദ്യം Rx മൈനസ് R ബാർ Rx ചെയ്യാം. Rx എന്ന് പറയുന്നത് എത്രയാണ്? 12ഉം 18ഉം ആണ്. ഓക്കെ, Rx ബാർ നമുക്കറിയാം. Rx ബാർ എത്രയായിരുന്നു? 15. ശരിയല്ലേ? ദെൻ Rx മൈനസ് Rx ബാർ ദാറ്റ് ഈസ് ഡീവിയേഷൻ ആണ്. Rx മൈനസ് Rx ബാർ. ഓക്കെ, that is deviation. Okay, deviation. Then calculate -3, then 3. Okay, then ry. Okay, ry and 3 ry എന്ന് പറയുന്നത് 14ഉം 12ഉം ആയിരുന്നു. 14 12. Then ry minus ry bar. സോറി, ആദ്യം എന്ത് ചെയ്യണം? ry bar എഴുതുക. ry bar എത്രയായിരുന്നു? 13 ആയിരുന്നു അല്ലേ? 13 ry minus ry bar എത്രയാണ്? 1. -13 is equal to -1. ഓക്കെ, ശരിയല്ലേ?
Then next നമുക്ക് വേണ്ടത് എന്താണ് d1 into d2 ആണ്. rx minus rx ബാറിന് d1 എന്നും ry minus ry ബാറിന് d2 എന്നാണ് കാണിക്കുക. അതിന്റെ പ്രൊഡക്റ്റിന്റെ സമ്മാണ് ഇവിടെ നോക്കുന്നത് അല്ലേ. ഇവിടെ d1 എന്ന് പറയുന്നത് rx minus rx ബാർ ഇതോടെ എഴുതി വെച്ചിട്ടുണ്ട്. Then ry minus ry ബാറാണ് d2 എന്ന് പറയുന്നത്. അതിന്റെ പ്രൊഡക്റ്റ് d1 into d2 that is minus 3 into 1 minus 3 then 3 into minus 1 minus 3 ടോട്ടൽ വരുമ്പോൾ minus 6 വരും. ഓക്കെ ആണല്ലോ. അപ്പൊ സിഗ്മ d1 into d2 ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ്. ഓക്കെ അപ്പൊ ഇക്വേഷൻ വരും കോവേരിയൻസ് ബിറ്റ്വീൻ x and y is equal to സിഗ്മ സോറി ഇത്രയും ഭാഗമാണ് എന്ത് -6. ഓക്കെ then n is equal to 3 ആണ് n 2 years -6/2 is equal to -3. Covariance between x and y or covariance between stock A and B is equal to -3 വരും. ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ സ്റ്റോക്ക് എ ആൻഡ് ബി ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യണം. RxY കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ കോവേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എങ്ങനെയായിരുന്നത് RxY is equal to കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ സ്റ്റോക്ക് എക്സ് ആൻഡ് സ്റ്റോക്ക് വൈ. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് എയും ബിയും ആണ്. ഓക്കെ ഇക്വേഷൻ നോക്കാം. കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ നമുക്കറിയാം കണ്ടെത്തി വെച്ചിട്ടുണ്ട് 3 ആണ്. ഇതപ്പോൾ ചെയ്ത് വെച്ചതല്ല 3 ആണ് -3 ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് കണ്ടെത്തിയിട്ടുണ്ട് 3 ആണ്. ഓക്കെ സിഗ്മ വൈ എത്രയാണ് സിഗ്മ വൈ is equal to 1 ആണ്. Okay, that is -3/3 is equal to -1. Okay, for RxY coefficient of correlation between x and y is equal to -1, negatively correlated ആണ്. Okay, a portfolio. Okay, coefficient of correlation between x and y is equal to -1. Okay, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടില്ലേ എന്താണ് പോർട്ട്ഫോളിയോ റിസ്ക് കമ്പ്യൂട്ട് ചെയ്യാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അതും കൂടെ ചെയ്യാം. ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ പോർട്ട്ഫോളിയോ റിസ്ക് കമ്പ്യൂട്ട് ചെയ്യാൻ ഇക്വേഷൻ എന്തായിരുന്നു സിഗ്മ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വേരിയൻസ് ആണ് സിഗ്മ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ സിഗ്മ വൈ സ്ക്വയർ പ്ലസ് 2xx xy into rxy sigma x into sigma y. Okay, ഇതായിരുന്നു ഇക്വേഷൻ. ഓക്കെ അപ്പോൾ പോർട്ട്ഫോളിയോ വേരിയൻസ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ പോർട്ട്ഫോളിയോ വേരിയൻസ്. പോർട്ട്ഫോളിയോ റിസ്ക് ഇസ് ഈക്വൽ ടു പോർട്ട്ഫോളിയോ അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എക്സ് വൈ സ്ക്വയർ സിഗ്മ വൈ സ്ക്വയർ പ്ലസ് 2xx xy into rxy sigma x into sigma y. ഓക്കെ ഇപ്പോൾ ഇവിടെ ഓരോന്നും എടുത്ത് എഴുതണം. ഓക്കെ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയുടെ എന്താണ് പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സ്റ്റോക്ക് ആണ്, വൈ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സ്റ്റോക്ക് ആണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ് 60% ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ എയുടെ പ്രൊപ്പോർഷൻ 60 ആണ്, ബിയുടെ പ്രൊപ്പോർഷൻ എത്രയാണ് ബിയുടെ പ്രൊപ്പോർഷൻ 40% ആണ്. ഓക്കെ ദെൻ സിഗ്മ എക്സ് നമുക്കറിയാം സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു കണ്ടെത്തി വെച്ചിട്ടുണ്ടല്ലോ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദാറ്റ് ഈസ് 3. ഓക്കെ സിഗ്മ വൈയുടെ എത്രയായിരുന്നു സിഗ്മ വൈയുടെ 1. ഓക്കെ ദെൻ ഇതിൽ വേറെ എന്താ ആവശ്യമുള്ളത് ആർ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇപ്പോൾ കണ്ടെത്തിയത് എത്രയാണ് -1. ഓക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റനിൽ കൊടുക്കുക വേണ്ടുള്ളൂ. സിഗ്മ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര വരും 0.6 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് പൈ എന്ന് പറയുന്ന എത്രയാണ് 0.4 സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0.6 ഇൻറ്റു 0.4 ഇൻറ്റു ഓക്കെ ഇൻറ്റു ആണ് ഓക്കെ ഇൻറ്റു
RXY എത്രയാണ്? -1 ഇൻറ്റു സിഗ്മ എക്സ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 3 ആണ്, സിഗ്മ വൈ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ചെയ്യുമ്പോൾ എത്ര വരും? 0.6² എന്ന് പറയുമ്പോൾ 0.36 into 9. Okay, then plus 0.16 into 1 plus ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ -1.44 വരാം. ഓക്കെ, ടോട്ടൽ ചെയ്യുമ്പോൾ 3.24 plus 0.16 plus -1.44 is equal to 1.96. Okay, sigma p square ആണ് 1.96. Therefore, sigma p is equal to root of 1.96 is equal to 1.4. Okay, sigma p is equal to portfolio risk. Okay, ആണല്ലോ portfolio risk എത്ര വരും? 1.4 വരും. ഓക്കെ, എത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോർട്ട്ഫോളിയോ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാനായിരുന്നു അല്ലേ? RP is equal to sigma xi pi, sorry xi ri, പോർട്ട്ഫോളിയോ റിട്ടേൺ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദിച്ചാൽ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോ ഇൻഡിവിജ്വൽ സ്റ്റോക്കിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഓക്കെ, ഇതാണ് ഇൻഡിവിജ്വൽ സ്റ്റോക്കിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കേട്ടോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ദെൻ മൂന്നാമത്തെ എന്തായിരുന്നു? മൂന്നാമത്തെ ചോദിച്ചത് കോവേരിയൻസ് അല്ലേ? കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു സിഗ്മ RX മൈനസ് RY ബാർ RY മൈനസ് RY ബാർ ഹോൾ ഡിവൈഡഡ് ബൈ n. ഓക്കെ, കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നാലാമത്തത് RXY കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എന്തായിരുന്നു? കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഓക്കെ, ദ ലാസ്റ്റ് വണ് ചോദിച്ചത് എന്തായിരുന്നു? അഞ്ചാമത് ചോദിച്ചത് പോർട്ട്ഫോളിയോ റിസ്ക്. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിന്റെ റൂട്ട് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ then plus xy square sigma y square plus 2 xx xy bracket le sigma rxy sigma x into sigma y. Okay, portfolios equations എല്ലാവരും നന്നായി പഠിച്ചിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയ ആണ്. 50 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചു വെക്കാം. ഓക്കെ, പോർട്ട്ഫോളിയോ റിട്ടേൺ, then standard deviation of individual stock, covariance between stock x and y, then coefficient of correlation between x and y, then portfolio risk. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയുകയാണ്, ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കണം. ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോൺടാക്ട് ചെയ്യണം. ഓക്കെ, സംശയങ്ങൾ ചോദിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, പോർട്ട്ഫോളിയോ അനാലിസിസുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്, ചെക്ക് ചെയ്യാം. എ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഈസ് അനലൈസിംഗ് ടു ഇൻവെസ്റ്റ്മെന്റ് alternatives X and Y. The estimated rate of return along with its probabilities of occurrence are given below. ഓക്കെ, ഇവ രണ്ട് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാണ്? ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് അനലൈസ് ചെയ്യാണ്. രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് ആണ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത്. ആ രണ്ട് സെക്യൂരിറ്റീസിൻ്റെ എസ്റ്റിമേറ്റ് റേറ്റ് ഓഫ് റിട്ടേൺസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറ്റ്സ് പ്രോബിലിറ്റീസ് ഓഫ് ഒക്കറൻസ് അതുകൊണ്ട് തന്നിട്ടുണ്ട്. പ്രോബിലിറ്റീസും അതേപോലെ എസ്റ്റിമേറ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺസും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റോക്ക് എക്സ് സ്റ്റോക്ക് വൈ രണ്ടും എന്താണ്? റിട്ടേൺസ് ആണ്. ഓക്കെ, ബ്രാക്കറ്റിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, റിട്ടേൺ സ്റ്റോക്ക് എക്സ് സ്റ്റോക്ക് വൈ. ഓക്കെ, സ്റ്റോക്ക് അതേപോലെ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് പ്രോബിലിറ്റീസ് ഓഫ് ഒക്കറൻസും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്.
സ്റ്റോക്ക് എക്സിൻ്റെ 22%, 14%, -4%. ഓക്കെ, സ്റ്റോക്ക് വൈ 5, 15, 25%. പ്രോബിലിറ്റീസ് ഓഫ് ഒക്കറൻസ് 0.20, 0.60, 0.20. ഓക്കെ, പ്രോബിലിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു, പോർട്ട്ഫോളിയോൻ്റെ എന്താണ് പ്രൊപ്പോർഷനാണ്, വെയിറ്റ് ആണ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പ്രോബിലിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള നേരത്തെ ചെയ്ത പ്രോബ്ലവും ഈ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ഓക്കെ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിറ്റർമിൻ ഈച്ച് അൾട്ടർനേറ്റീവ്സ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ്, വാരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. രണ്ട് സ്റ്റോക്കിൻ്റെയും രണ്ട് അൾട്ടർനേറ്റീവ്സിൻ്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ, വാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഈസ് വൈ കമ്പാരിറ്റീവ്ലി റിസ്ക്ലെസ്. വൈ എന്ന് പറയുന്ന അൾട്ടർനേറ്റീവ് എന്താണ്, എക്സിനെ അപേക്ഷിച്ച് റിസ്ക്ലെസ് ആണോ, കമ്പാരിറ്റീവ്ലി റിസ്ക്ലെസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റിസ്ക്ലെസ് ആണോ, റിസ്കിയർ ആണോ, റിസ്ക്ലെസ് ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം, എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കിയാൽ മതി. ഓക്കെ, ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ളത് റിസ്കിയർ സെക്യൂരിറ്റിയാണ്, റിസ്കിയർ അൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ ഫിനാൻഷ്യൽ അനലിസ്റ്റ് വിഷസ് ടു ഇൻവെസ്റ്റ് ഹാഫ് ഇൻ എക്സ് ആൻഡ് അനദർ ഹാഫ് ഇൻ വൈ, വുഡ് ഇറ്റ് റെഡ്യൂസ് റിസ്ക്. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുകയാണ്. ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ത് ചെയ്യാണ്, അയാളുടെ സേവിങ്സിൻ്റെ 0.5% അല്ലെങ്കിൽ ഹാഫ് എക്സ് എന്ന് പറയുന്ന അൾട്ടർനേറ്റീവിലും അനദർ ഹാഫ് വൈയിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വുഡ് ഇറ്റ് റെഡ്യൂസ് റിസ്ക്, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 0.5%, ഹാഫ് എക്സിലും ഹാഫ് വൈയിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിസ്ക് റെഡ്യൂസ് ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻ നന്നായി നോക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഓരോ അൾട്ടർനേറ്റീവ് സ്റ്റോക്ക് എക്സിൻ്റെ സ്റ്റോക്ക് വൈയുടെ എക്സ്പെക്റ്റഡ് റിട്ടേണും വാരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിസ്ക്ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സോറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കി കഴിഞ്ഞാൽ അത് റിസ്കിയർ ആണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു പോർട്ട്ഫോളിയോ, രണ്ട് സെക്യൂരിറ്റി, രണ്ട് അൾട്ടർനേറ്റീവ്സ് വെച്ച് എന്ത് ചെയ്യാണ്, ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. 50% എക്സും 50% വൈയും വെച്ചിട്ടൊരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്തിട്ട് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ റിസ്ക് കുറയ്ക്കാൻ പറ്റുമോ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ കുറയ്ക്കാൻ അതിൻ്റെ റീസൺ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് തരുന്നൊരു വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ആർ ഐ. ഓക്കെ, ഇവിടെ എക്സ് ഐ എന്നുള്ളത് എന്തായിട്ട് എടുക്കുക, പ്രോബിലിറ്റീസ് ആയിട്ട് എടുക്കുക. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് പ്രോബിലിറ്റീസ് ആയിട്ട് എടുക്കുക, ആർ എന്ന് പറയുന്നത് റിട്ടേൺ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഒക്കെ ആണല്ലോ. ദെൻ വാരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, വാരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാലോ. സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്, സിഗ്മ സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ പ്രോബിലിറ്റീസോട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യണം, പ്രോബിലിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ക്വയർ എടുത്ത് കഴിഞ്ഞാൽ വേരിയൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേണിൽ സിഗ്മ എക്സ് ഐ ആർ ചെയ്യുക, എക്സിന് എന്ത് ചെയ്യുക, പ്രോബിലിറ്റീസ് കൊടുക്കുക. ഓക്കെ, അത് പറയുന്നത് കറസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ സ്റ്റോക്ക് എക്സിൻ്റെ സ്റ്റോക്ക് വൈഡിങ് ആണ്. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സ്റ്റോക്ക് എക്സിൻ്റെ സ്റ്റോക്ക് വൈഡിങ് ആണ്. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ എന്ത് ചെയ്യും, എന്ത് വരും, പ്രോബിലിറ്റീസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം എക്സ് എഴുതി വയ്ക്കുക, ഓരോ സ്റ്റോക്കിൻ്റെ എക്സ് എഴുതി വയ്ക്കുക. ദെൻ എക്സ് ബാർ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടാവും, എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓക്കെ, ഡീവിയേഷൻ എടുക്കുക, അതിൻ്റെ സ്ക്വയർ എഴുതുക. ഓക്കെ, എന്നിട്ട് ഈ പ്രോബിലിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോന്നിൻ്റെ ചെയ്യുമ്പോഴും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റോക്ക് എക്സിനും വൈക്കും കിട്ടും, ഇവിടെ വേരിയൻസും അതേപോലെ എന്ത് കിട്ടും, എക്സിനും വൈക്കും കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എക്സിനും വൈറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദ ഫിനാൻഷ്യൽ അനലിസ്റ്റ് വിഷസ് ടു ഇൻവെസ്റ്റ് ഇൻ ഹാഫ് ഇൻ എക്സും
ഓക്കെ, പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് റിസ്കിയർ ആണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പോർട്ട്ഫോളിയോ റിസ്ക് കമ്പ്യൂട്ട് ചെയ്യണം. റിസ്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? സിഗ്മ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് എക്സ് സ്ക്വയർ സിഗ്മ സ്ക്വയർ എക്സ് പ്ലസ് എക്സ് വൈ സ്ക്വയർ സിഗ്മ വൈ സ്ക്വയർ പ്ലസ് 2xx xy in bracket rxy sigma x into sigma y. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതൊക്കെ പ്രൊപ്പോർഷൻ എക്സ് എന്ന് പറയുന്നത് 50% 0.50 ചെയ്യാം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രകാരം. ദെൻ അഡീഷൻ ആയിട്ട് എന്ത് വരും? RXY വരും. ഈ RXY എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. RXY കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. കോവേരിയൻസിൻ്റെ ഇക്വേഷൻ അറിയില്ലേ? എന്താണ് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇക്വേഷൻ കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കണം, കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ എന്തെടുക്കണം? പ്രൊപ്പോർഷൻ പ്രോബിലിറ്റീസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? RX മൈനസ് RX ബാർ ഇൻറ്റു RY മൈനസ് RY ബാർ ഡിവൈഡഡ് ബൈ n. ഓക്കെ, ഇത് ഉപയോഗിച്ച് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്മ എക്സ് സിഗ്മ വൈ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇതേപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. 3-4 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ ആണെന്ന് വിശ്വസിക്കണം. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഓക്കെ, നോക്കാം. താങ്ക് യു.